നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് നോക്കാം വാർത്തകൾ അതിവേഗത്തിൽ. ഗോഡ്സെ ചെയ്തതിനേക്കാൾ വലിയ പാതകമാണ് ഗാന്ധിജിയെ അപമാനിച്ചതിലൂടെ മോദി ചെയ്തതെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ. തെരഞ്ഞെടുപ്പിൽ ബിജെപി വലിയ തിരിച്ചടി നേരിടും. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നട്ടാൽ കുരുക്കാത്ത നുണകൾ പടച്ചുവിടുന്നു. ശശി തരൂരിന്റെ PA സ്വർണം കടത്തിയത് മാധ്യമങ്ങൾ കാണുന്നില്ലേ എന്നും ഗോവിന്ദൻ മാസ്റ്റർ. ലൈംഗികാതിക്രമ കേസിലെ പ്രതി പ്രജ്വൽ രേവണ്ണ തെളിവുകളടങ്ങുന്ന ഫോൺ നശിപ്പിച്ചെന്ന് സൂചന. നശിപ്പിച്ചത് 3000 ദൃശ്യങ്ങളടങ്ങിയ ഫോൺ. അമ്മ ഭവാനി രേവണ്ണയ്ക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നോട്ടീസ്. HD രേവണ്ണയ്ക്ക് ജാമ്യം നൽകിയതിൽ അപാകതയുണ്ടെന്ന് ഹൈക്കോടതി. കോഴിക്കോട് മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങിയ തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. 2 തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായത് ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ. അവസാനഘട്ട തെരഞ്ഞെടുപ്പിനൊരുങ്ങി രാജ്യം. ഇന്ന് നിശബ്ദ പ്രചാരണം. ജനവിധി തേടുന്നത് 57 മണ്ഡലങ്ങൾ. ഫലപ്രഖ്യാപനം ചൊവ്വാഴ്ച. ആത്മവിശ്വാസത്തിൽ ഇന്ത്യ മുന്നണി. മോദി കന്യാകുമാരിയിൽ ധ്യാനത്തിൽ. രാജ്യത്ത് ആദ്യമായി AI പഠനം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി കേരളം. AI പഠനം ആദ്യഘട്ടത്തിൽ ഇടം പിടിക്കുന്നത് 7ാം ക്ലാസ് പാഠപുസ്തകത്തിൽ. കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ കേരളത്തിൽ ശത്രു സംഹാര യാഗം നടത്തിയെന്ന് TK ശിവകുമാർ. യാഗം നടത്തിയ കർണാടകക്കാരെ അറിയാമെന്നും കർണാടക ഉപമുഖ്യമന്ത്രി. DK ശിവകുമാറിന്റെ ആരോപണം തോന്നിവാസമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. BSNLന്റെ ആസ്തികൾ വിൽപ്പനയ്ക്ക് വെച്ച് കേന്ദ്ര സർക്കാർ. വിൽക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ 600-ലേറെ കെട്ടിടങ്ങളും വസ്തുക്കളും. കേരളത്തിൽ BSNLന്റെ 27ഓളം ആസ്തികൾ വിൽക്കും. 24 മണിക്കൂറിലധികം വിമാനം വൈകിയതിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ നോട്ടീസ്. കാലവർഷം കൂടുതൽ ശക്തമായേക്കും. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട്. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുന്നു. കൊച്ചിയിലെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി P രാജീവ്. ഉഷ്ണതരംഗത്തെ തുടർന്ന് ദില്ലിയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം. കുടിവെള്ളക്ഷാമവും തീപിടുത്ത സാധ്യതയും നേരിടാൻ ദില്ലി സർക്കാർ. കോഴിക്കോട് ഭക്ഷ്യവിഷബാധയേറ്റതായി പരാതി. കോഴിക്കോട് മാവൂർ വെള്ളന്നൂർ സ്വദേശി രാജേഷ്, ഭാര്യ ഷിംന, മക്കളായ ആരാധ്യ, ആദിത് എന്നിവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. മലപ്പുറം വളാഞ്ചേരിയിൽ ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഭവത്തിൽ വളാഞ്ചേരി ഇൻസ്പെക്ടർ സുനിൽ ദാസിനും SI ബിന്ദുലാലിനും സസ്പെൻഷൻ. ഉത്തരമേഖല AG സേതുരാമനാണ് ഇരുവരെയും സസ്പെൻഡ് ചെയ്തത്. ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ച് നൂതന പരാതി പരിഹാര സമ്പർക്ക പദ്ധതിയായ കരുതലിന്റെ 2ാം ഭാഗം നെല്ലിയാമ്പതിയൂരിൽ സംഘടിപ്പിച്ചു. പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V റോബർട്ടിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഞാറക്കാട് ചാപ്പലിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം. 2 പ്രതികൾ പിടിയിൽ. നേര്യമംഗലം സ്വദേശി പ്രവീൺ, കുട്ടമംഗലം സ്വദേശി വിഷ്ണു എന്നിവരാണ് പിടിയിലായത്. നിരന്തര കുറ്റവാളികളായ 2 പേരെ കാപ്പ ചുമത്തി നാടുകടത്തി. കോതമംഗലം സ്വദേശി മനോജ് കുര്യാക്കോസ്,
ഞാറക്കൽ സ്വദേശി സച്ചു എന്നിവർക്കെതിരെയാണ് കാപ്പ ചുമത്തിയത്. ഇരുവരും കൊലപാതക ശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതികളാണ്. സർവീസിൽ നിന്നും വിരമിക്കുന്ന അഡീഷണൽ SP അനിൽ ശ്രീനിവാസ്, പോലീസ് ഫോട്ടോഗ്രാഫർ PV യോഗി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ആലുവ റൂറൽ SP ഓഫീസിൽ നടന്ന ചടങ്ങ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന ഉദ്ഘാടനം ചെയ്തു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ കളമശ്ശേരി നഗരസഭ നടത്തുന്ന അലംഭാവത്തിനെതിരെ CPIM മാർച്ച് നടത്തി. അടിയന്തരമായി തോടുകളും കാനകളും ശുചീകരിക്കുക, മാലിന്യ നീക്കം ശക്തിപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. കക്ഷി രാഷ്ട്രീയം ഒഴിവാക്കി എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് കൊച്ചി മേയർ അനിൽകുമാർ. പെരുമാറ്റച്ചട്ടം മാറിയാൽ എങ്ങനെ നേരിടാം എന്നതിനെ ഗൗരവകരമായി പഠിക്കുമെന്നും അനിൽകുമാർ. ആലുവ അമ്പാട്ടുകാവിലെ വാഹനാപകടത്തിൽ ഒരു മരണം. ബൈക്ക് യാത്രികനായ കാക്കനാട് സ്വദേശി ഫഹദാണ് മരിച്ചത്. ഓട്ടോറിക്ഷ കെട്ടിവലിച്ചു കൊണ്ടുവന്ന കയറിൽ തട്ടി ബൈക്ക് വീഴുകയായിരുന്നു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കണ്ണൂർ നടാലിൽ അടിപ്പാത വേണമെന്ന ആവശ്യം ഉന്നയിച്ച് ജനകീയ പ്രക്ഷോഭം. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചു. ഇന്ന് മലയാളത്തിന്റെ പ്രിയപ്പെട്ട മാധവിക്കുട്ടിയുടെ ഓർമ്മദിനം. നീർമാതളപ്പൂവിന്റെ മണമുള്ള കഥകളിലൂടെ മലയാള മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ മാധവിക്കുട്ടി മലയാള സാഹിത്യം ഉള്ള കാലത്തോളം ഓർമ്മിക്കപ്പെടും. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. ഓരോ ജീവനെയും മാരക രോഗങ്ങളിലേക്ക് തള്ളിവിടുകയാണ് ഈ ദുശീലം. ബോധവൽക്കരണത്തിലൂടെ മാത്രമേ പുകയിലയിൽ നിന്നും പുതുതലമുറയെ രക്ഷിച്ചെടുക്കാൻ സാധിക്കൂ. A+ നേടിയതിന് തൃശൂർ കുന്നംകുളത്തെ ഒരു കൂട്ടം മിടുക്കന്മാർക്കും മിടുക്കികൾക്കും കിട്ടിയത് സ്വപ്നതുല്യമായ ആകാശയാത്ര. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് വിദ്യാർത്ഥികൾക്കായി ആകാശയാത്രയൊരുക്കിയത്. മധ്യവേനൽ അവധിയുടെ ആർത്തുല്ലാസങ്ങൾ മാറ്റിവെച്ച് കുരുന്നുകൾ വിദ്യാലയത്തിലെത്താൻ ഇനി 2 ദിവസങ്ങൾ മാത്രം. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭമാക്കാനൊരുങ്ങി എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. നാടക സിനിമാ നടൻ മുഹമ്മദ് പേരാമ്പ്രയുടെ ജീവിതം പറയുന്ന പുസ്തകം കെടാത്ത ചൂട്ട് ഇന്ന് പുറത്തിറങ്ങും. കോഴിക്കോട് പേരാമ്പ്ര നടക്കുന്ന ചടങ്ങിൽ നടൻ ഇന്ദ്രൻസ് പ്രകാശനം നിർവഹിക്കും. സുസ്ഥിരവും നൂതനവുമായ ശീതീകരണ സാങ്കേതിക വിദ്യകളുടെ പ്രദർശനവും ശില്പശാലയും കൊച്ചിയിൽ സംഘടിപ്പിച്ചു. ശില്പശാലയിൽ ഊർജ്ജ വിദഗ്ധർ, ആർക്കിടെക്റ്റുകൾ, എഞ്ചിനീയർമാർ അടക്കമുള്ള പ്രൊഫഷണലുകൾ പങ്കെടുത്തു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സെമിനാറും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. സാമ്പത്തിക സ്ഥിതി വിവരണ കണക്കു വകുപ്പ് എറണാകുളം ജില്ലാ കാര്യാലയമാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ നടന്ന യോഗത്തിൽ സാമ്പത്തിക സ്ഥിതി വിവരണ കണക്ക് വകുപ്പ് എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഷോജൻ AP അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയും പരിസരങ്ങളും CITU കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനം CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്.
കോഴിക്കോട് മുണ്ടുപാലത്ത് വീട്ടിൽ കയറി 2 പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ 3 പേർ പിടിയിൽ. ക്രിമിനൽ കേസ് പ്രതികളായ ഷനൂപ്, രാഹുൽ, റിഷാദ് എന്നിവരെ പന്തീരാങ്കാവ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. മരുന്നുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഇറക്കുമതി ചെയ്യാനുള്ള അംഗീകൃത വിമാനത്താവളമായി സിയാലിനെ അംഗീകരിച്ചു. ഇതു സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിജ്ഞാപനമിറക്കി. 1940 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിൽ ഭേദഗതി വരുത്തിയാണ് മന്ത്രാലയം ഉത്തരവിറക്കിയത്. പൂനെയിൽ മദ്യലഹരിയിൽ 17കാരൻ ഓടിച്ച ആഡംബര കാറിടിച്ച് 2 പേർ മരിച്ച സംഭവം. 17കാരന്റെ രക്തസാമ്പിളിന് പകരം പരിശോധനയ്ക്കായി നൽകിയത് പ്രതിയുടെ അമ്മയുടെ രക്തസാമ്പിൾ എന്ന് റിപ്പോർട്ട്. കൃത്രിമം കാട്ടിയതിന് ഫോറൻസിക് മേധാവിയടക്കം 2 ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തു. വനിതാ ജീവനക്കാർക്ക് ആർത്തവാവധി അനുവദിച്ച സിക്കിം ഹൈക്കോടതി. രജിസ്ട്രിയിലെ വനിതാ ജീവനക്കാർക്ക് 2-3 ദിവസത്തെ അവധി ഇതുപ്രകാരം എടുക്കാമെന്ന് വിജ്ഞാപനം. ഈ മാസം 27 പുറത്തിറക്കിയ വിജ്ഞാപനത്തിലാണ് തീരുമാനം. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് വധശ്രമം. കശ്മീരിൽ 3 ലഫ്റ്റനന്റ് കേണൽമാർ ഉൾപ്പെടെ 16 സൈനികർക്കെതിരെ കേസ്. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ജമ്മു കശ്മീർ പോലീസ് ഒരു ടെറിട്ടോറിയൽ ജവാനെ ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് ആസ്പദമായ സംഭവം. മുസ്ലിം ഹിന്ദു വിവാഹം മുസ്ലിം വ്യക്തി നിയമപ്രകാരം സാധുവല്ലെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി. 1954 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം മിശ്രവിവാഹം രജിസ്റ്റർ ചെയ്യാൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയാണ് കോടതി ഉത്തരവ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മൻമോഹൻ സിംഗ്. പ്രതിപക്ഷത്തിനെതിരെയും ചില പ്രത്യേക സമുദായങ്ങൾക്കെതിരെയും വിദ്വേഷവും അൺപാർലമെന്ററി പ്രയോഗങ്ങളും നടത്തി മോദി പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ അന്തസ്സ് തരം താഴ്ത്തുകയാണെന്ന് മൻമോഹൻ സിംഗ്. തവണ പരാജയപ്പെട്ട് 11ാം തവണ 10ാം ക്ലാസ് പാസ്സായി യുവാവ്. വിജയം ആഘോഷിച്ച ഒരു ഗ്രാമം. മഹാരാഷ്ട്ര സ്വദേശിയായ കൃഷ്ണ നാംദേവാണ് നിശ്ചയദാർഢ്യത്തിന്റെ മാതൃകയാകുന്നത്. ജോലിക്കിടെ വെള്ളം ആവശ്യപ്പെട്ടതിന് യുവാവിനെ അരിവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി. മഹാരാഷ്ട്രയിലെ നന്ദേഡ് ജില്ലയിലാണ് ഞെട്ടിക്കുന്ന സംഭവം. കൊല്ലപ്പെട്ടത് 22കാരനായ വഷീം ഷേഖ് മെഹബൂബ് ഖുറേഷി. ഓൾ ഐസ് ഓൺ റഫ ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവച്ചതിന് ബോളിവുഡ് താരം നുസ്രത്ത് ബറൂച്ചിക്കെതിരെ സൈബർ ആക്രമണം. ഒക്ടോബർ 7 ഹമാസ് ആക്രമണം നടക്കുമ്പോൾ നുസ്രത്ത് ഇസ്രയേലിലായിരുന്നു എന്നാരോപിച്ചാണ് സൈബർ ആക്രമണം. ലണ്ടനിലെ ഹാക്നിയിൽ നടന്ന വെടിവെപ്പിൽ 10 വയസ്സുകാരി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. കുട്ടിയുടെ നില ഗുരുതരമെന്ന് റിപ്പോർട്ടുകൾ. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്ത്യൻ അതിർത്തിക്കരികിൽ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ച് ചൈന. അത്യാധുനിക J-20 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളാണ് വിന്യസിച്ചത്. മെയ് 27 ശേഖരിച്ച ഉപഗ്രഹ ചിത്രങ്ങളിലാണ് വിമാന വിന്യാസം പതിഞ്ഞത്. അഫ്ഗാനിസ്ഥാനിൽ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് 5 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പടിഞ്ഞാറൻ ഹെറാത്ത് പ്രവിശ്യയിലെ കഷക് ജില്ലയിലാണ് സംഭവം. ടെക്ടാലി ഉപയോഗിച്ച് അയൽവാസികളുടെ വീടിനും വസ്തുവകകൾക്കുമെതിരെ നിരന്തര ആക്രമണം നടത്തിയ 81കാരനെ ഒടുവിൽ അറസ്റ്റ് ചെയ്തു പോലീസ്. കാലിഫോർണിയയിലാണ് സംഭവം.
ടേക്ക് ഓഫിനൊരുങ്ങിയ വിമാനത്തിന്റെ എഞ്ചിനിൽ കുടുങ്ങി ഒരാൾക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ മരിച്ച ആളെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. ആംസ്റ്റർഡാമിലെ ഷിപ്പോൾ വിമാനത്താവളത്തിലാണ് അപകടം. ിലേറെ സെർവറുകൾ ഹാക്ക് ചെയ്തത് 19 ദശലക്ഷം IP-കൾ. ലോകത്തിലെ ഏറ്റവും വലിയ ബോട്ട്നെറ്റ് തകർത്തെന്ന് US. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 150ഓളം സെർവറുകളാണ് ബോട്ട്നെറ്റിലുണ്ടായിരുന്നത്. മെക്സിക്കോയിലെ ഇസ്രയേൽ എംബസിക്ക് തീയിട്ട് പ്രതിഷേധക്കാർ. റഫ ആക്രമണത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. എംബസിക്ക് നേരെ പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ കുപ്പി ബോംബുകൾ എറിഞ്ഞു. മെക്സിക്കോയിലെ തെക്കൻ ഗുറയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ മേയർ സ്ഥാനാർത്ഥി വെടിയേറ്റു മരിച്ചു. മേയർ സ്ഥാനാർത്ഥി ആൽഫ്രെഡോ കബ്രേരയാണ് കൊല്ലപ്പെട്ടത്. കുവൈറ്റ് കലാ ട്രസ്റ്റ് നൽകുന്ന വിദ്യാഭ്യാസ എൻറോൾമെന്റിന് അപേക്ഷകൾ ക്ഷണിച്ചു. 2024 അധ്യയന വർഷം കേരള സിലബസിൽ SSLC ഉന്നത വിജയം കരസ്ഥമാക്കിയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളായിരിക്കണം അപേക്ഷകർ. കുവൈറ്റിലെ പ്രമുഖ ആരോഗ്യ സേവന ദാതാക്കളായ സിറ്റി ക്ലിനിക് ഗ്രൂപ്പിന് ഓസ്ട്രേലിയൻ കൗൺസിൽ ഓൺ ഹെൽത്ത് കെയർ സ്റ്റാൻഡർഡൈസേഷന്റെ അക്രഡൈസേഷൻ ലഭിച്ചു. കുവൈറ്റിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ പോളി ക്ലിനിക്കാണ് സിറ്റി ക്ലിനിക് ഗ്രൂപ്പ്. സ്വർണ്ണവിലയുടെ നിശ്ചിത ശതമാനം പണിക്കൂലിയായി ഈടാക്കുന്ന രീതിയിൽ മാറ്റം വരുത്തണമെന്ന് ദുബായ് ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ തൗഫീദ് അബ്ദുള്ള. ആഭരണ നിർമ്മാണ സമയത്ത് സ്വർണത്തിലുണ്ടാകുന്ന നഷ്ടം കൂടി കണക്കിലെടുത്താണ് പണിക്കൂലി നിശ്ചയിക്കുന്നതെന്ന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ്. കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈറ്റ് അബ്ബാസിയ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സിനിമാറ്റിക് ഡാൻസ് മത്സരം സംഘടിപ്പിച്ചു. അബ്ബാസിയ കലാ സെന്ററിൽ നടന്ന പരിപാടിയിൽ 8ഓളം ടീമുകളാണ് പങ്കെടുത്തത്. മത്സരങ്ങൾ ആരംഭിച്ചത് കുവൈറ്റ് അംഗമായിരുന്ന ആൽബിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. കുവൈറ്റിൽ ജൂൺ 1 മുതൽ തുറസായ സ്ഥലങ്ങളിൽ തൊഴിൽ ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. മാനവശേഷി പൊതുസമിതി അധികൃതരാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ കാലത്ത് 11 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് നിരോധനം. പുറത്തിറങ്ങിയ തമിഴ് ഹിറ്റ് ചിത്രം മൂക്കുത്തി അമ്മാന്റെ 2ാം ഭാഗം ഒരുങ്ങുന്നു. RJ ബാലാജി സംവിധാനം ചെയ്ത ആദ്യ ഭാഗം മികച്ച പ്രതികരണം നേടിയിരുന്നു. ചിത്രത്തിന്റെ 2ാം ഭാഗത്തിൽ നയൻതാര ഉണ്ടാകില്ലെന്നും റിപ്പോർട്ടുകൾ. ബിരിയാണി സിനിമയുമായി ബന്ധപ്പെട്ട് ചില ഓൺലൈൻ മാധ്യമങ്ങൾ തന്റേതല്ലാത്ത അഭിപ്രായങ്ങൾ വളച്ചൊടിക്കുകയാണെന്ന് കനി കുസൃതി. തന്റെ അഭിമുഖങ്ങളുടെ ചില ഭാഗങ്ങൾ അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നും അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുകയാണെന്നും കനി കുസൃതി. ഹരോം ഹരയിലെ ഗാനങ്ങൾ ശ്രദ്ധേയമാകുന്നു. സുധീർ ബാബു നായകനായി വേഷമിട്ട് വരാനിരിക്കുന്ന ചിത്രമാണ് ഹരോം ഹര. ജ്ഞാനസാഗർ ദ്വാരകയാണ് ചിത്രത്തിന്റെ സംവിധാനം. മമിത ബൈജു വീണ്ടും തമിഴിലേക്ക്. സംവിധായകനും നടനുമായ പ്രദീപ് രംഗനാഥനാണ് ചിത്രത്തിലെ നായകൻ. GV പ്രകാശ് കുമാർ നായകനായെത്തിയ റിബലാണ് മമിതയുടെ ആദ്യ തമിഴ് ചിത്രം. വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ച് സ്ക്രീനിലെത്തുമെന്ന് റിപ്പോർട്ടുകൾ. സ്ഥിരീകരിച്ച് സത്യരാജ്. രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി എന്ന ചിത്രത്തിലാണ് സത്യരാജും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്.
ആവേശം സിനിമയിലെ അധോലോകം ഗാനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. വിനായക് ശശികുമാർ വരികൾ എഴുതിയ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് സുഷിൻ ശ്യാമാണ്. അല്ലു അർജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്യുന്ന പുഷ്പ 2വിലെ പുതിയ ഗാനം പുറത്തിറങ്ങി. ശ്രേയ ഘോഷാൽ ആലപിച്ച കണ്ടാലോ എന്ന് തുടങ്ങുന്ന ഗാനമാണ് പുറത്തിറങ്ങിയത്. ചിത്രം ഓഗസ്റ്റ് 15-ന് തിയേറ്ററിലെത്തും. ഉമാപതി രാമയ്യ, വിനുത ലാൽ, സംസ്കൃതി ഷേണായ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മാണിക്യ വിദ്യ സുരേഷ് സംവിധാനം ചെയ്യുന്ന പിത്തളമാത്തിയുടെ ട്രെയിലർ പുറത്ത്. ശരവണ ഫിലിംസിന്റെ ബാനറിൽ ജി ശരവണനാണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രം ഉടൻ തിയേറ്ററുകളിലെത്തും. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.